മെയ് 3 രാത്രി 9 മണി. ചുറ്റുമാകെ കൂരിരുട്ട് മാത്രം. ഒരു കാൽനടയാത്രക്കാരൻ കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തു കൂടെ നടന്നു പോകുന്നു. പെട്ടെന്നൊരു ശബ്ദം. ഒരു വാഹനം സുധീഷ് എന്ന ആ കാൽനടയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. വാഹനം നിർത്താതെ അതിവേഗം കടന്ന് മുന്നോട്ടു പോകുന്നു. അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതയിൽ വെട്ടമില്ല, CCTV ക്യാമറയില്ല. പോലീസ് അന്വേഷണം ദുർഘടം. വാഹനം കണ്ടെത്താൻ വലിയ പ്രയാസമുള്ള ഒരു കേസ്. പക്ഷേ അപകടം നടന്ന് 17-ാം നാൾ കേസ് തെളിയുന്നു. പ്രതിയെ പോലീസ് പിടികൂടുന്നു. അതെ, കണ്ണൂർ സ്ക്വാഡ് സിനിമയെ വെല്ലുന്ന കഥ. ഇത് പയ്യന്നൂർ സ്ക്വാഡിന്റെ കഥ. 2026 രാത്രിയിലാണ് ഈ അപകടം നടക്കുന്നത്. ഹൈവേയിലുള്ള കരിവള്ളൂർ നടുവപ്പുറം റോഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യുന്ന ആളെ ഏതോ ഒരു വാഹനം തട്ടി അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അടച്ചിട്ട ഒരു വാഹനം എന്നാണ് ഈ അപകടം കണ്ട ഒരാൾ പോലീസിനോട് പറഞ്ഞത്. ഉടൻ തന്നെ ഈ സംഭവത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. അന്ന് രാത്രി തന്നെ ഈ പോയിരിക്കുന്ന വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ നോക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. 30ഓളം വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ചു അന്ന് തന്നെ. ഉടൻ തന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. ശക്തമായ അന്വേഷണം, ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ ഏകദേശം 100-ൽ കൂടുതൽ CCTV ക്യാമറകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഹൈവേ ജോലി, അതായത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഹൈവേയിൽ എവിടെയും തന്നെ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. വാഹനം മംഗലാപുരം ഭാഗത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു റെഡ്, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലാക്ക്, 3 കളറിൽ ഉള്ളൊരു വാഹനത്തെയാണ് നമ്മൾ ഏകദേശം ഈ തട്ടിയ വാഹനമായിട്ട് നമ്മൾ കണക്കാക്കി പരിശോധനയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ വരെ ഉള്ള CCTV ക്യാമറകൾ ഈ സ്ക്വാഡ് പരിശോധിച്ചു, അന്വേഷണം നടത്തി. അതിനകത്ത് വെച്ച് ഏകദേശം കണ്ണൂർ വെച്ച് പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ പോലീസ് വീണ്ടും ഈ കാസർഗോഡ് ഭാഗത്തേക്ക് തിരിച്ചന്വേഷണം നടത്താൻ പറയും. അങ്ങനെ അന്വേഷണം നടത്തി നമ്മൾ തലപ്പാടിയിൽ നമ്മുടെ ടോൾ ബൂത്തിലെ ക്യാമറയിൽ നിന്ന് ഏകദേശം ഈ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ കൂടെ ഓടിയിരുന്ന മറ്റൊരു ലോറി ഡ്രൈവർ നമുക്കൊരു സൂചന നൽകിയിരുന്നു. പച്ച പെയിൻ്റ് അടിച്ചൊരു വണ്ടി എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഈ പച്ച പെയിൻ്റ് അടിച്ച മഹീന്ദ്ര പിക്കപ്പ് വാഹനം നമുക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്തു തന്നു, പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തു. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കങ്കനാടിയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഈ വാഹനം വർക്ക്ഷോപ്പിൽ പണിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മനുഷ്യനെ തട്ടി ആ വാഹനത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വർക്ക്ഷോപ്പിൽ വെച്ച് നമ്മൾ ആ വാഹനം കണ്ടെത്തി അതിന് ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ വാഹനമാണ് ഇയാളെ തട്ടിച്ച് നിർത്താതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അന്വേഷണ സംഘത്തിൽ SI അനീഷ്, അതുപോലെ തന്നെ രതീഷ് കുന്നോല് SI, അതുപോലെ അബ്ദുൽ ജബ്ബാർ, അബി സിനാൻ, പ്രമോദ് SCPO, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നമ്മുടെ മനോജ് എന്ന പേരുള്ള ഒരു SI കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ നമ്മളോട് ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് താണ്ട പോലീസ്. ഇതിനു മുൻപ് വാഹനമിടിച്ചിട്ട് നിർത്താതെ പോയ 20ഓളം വാഹനങ്ങൾ കണ്ടുപിടിച്ച ഈ ഒരു ടീമിന് എ ബിഗ് സല്യൂട്ട്.